ഹലോ ഗായ്സ്, അപ്പം ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് വേറൊരു വർലി ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ എടുത്തു, പേപ്പറിന് ബോർഡർ ഇട്ടു. ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എല്ലാ 4 സൈഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇങ്ങനെ ടോട്ടലി ഞാൻ എൻ്റെ പേജിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പേജിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ലൈൻ ഇട്ടിട്ട് വെക്കണം. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളൊരു യൂസ് ചെയ്യാൻ പോകുന്ന കളർ ഒരു ഓറഞ്ചിഷ് കളറാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെന്ന് എടുത്തിട്ടുണ്ട്. ജെൽ പെന്നാണ് എടുക്കുന്നത്. ജെൽ പെന്ന് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാൻ ഒരു ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മളെപ്പോഴും വരയ്ക്കാറുള്ള പോലത്തെ സിമ്പിൾ ട്രയാങ്കിൾസാണ് ഞാൻ കൊടുക്കാൻ പോണത്. ഇങ്ങനെ അപ്പോൾ ത്രൂ ഔട്ട് ഈ ഇമേജിൽ ഇങ്ങനത്തെ ട്രയാങ്കിൾസ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കുന്നു. ഇത് ബോർഡർ സെക്ഷനാണ് കേട്ടോ. പതുക്കെ ടൈം എടുത്ത് വരച്ചാൽ മതിയാകും. ഈ അറ്റം ആയതുകൊണ്ട് ഞാൻ അതിനിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇത്രയേ അത് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഇതിനൊക്കെ ഒരു ലൈൻസാണ്. അപ്പോൾ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈന് ഇവിടെ കൊടുക്കും. കണ്ടോ, ഇത് 2 ഭാഗം ഇങ്ങനെ ലൈൻ ഇട്ടു. ഇനി അതുപോലെ ഈ സൈഡുകളിൽ നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കും. ഇനി സെയിം തന്നെ അതിൻ്റെ അടിഭാഗത്തും കൊടുക്കുകയാണ്. ആൻഡ് ഇനി വരുന്നത് നമുക്ക് ഈ ഒരു എൻഡിലാണ്. എൻ്റെ പേജിൻ്റെ സൈസ് ഇത്തിരി വലിപ്പം കൂടുതലാണ്. നിങ്ങളപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നിങ്ങളുടെ സൈസിന് പേജ് വലുതാണെങ്കിൽ കുഴപ്പമില്ല, ചെറുതാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ 4 സൈഡും ഇട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മളിങ്ങനെ ഈ ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിലും ഓരോരോ ഡോട്ട്സ് കൊടുക്കും. വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും കൂടെ കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൺജസ്റ്റഡ് ആവും, പക്ഷെ കുഴപ്പമില്ല, കൊടുത്തോളൂ. കുറച്ച് ഡെക്കറേറ്റീവായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയാങ്കിൾസ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈൻ മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കംപ്ലീറ്റ്ലി ഈ ലൈനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 2 സൈഡും ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് പോവാണ്. നമ്മൾ ഈ അറ്റം വരെയും ഡോട്ട്സ് ഇട്ടു. ഇനി നമുക്ക് ഇപ്പുറത്തെ എൻഡിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ എൻഡിലും കൂടെ ചെയ്യാം. 2 എൻഡാണ് ഇനി ബാക്കിയുള്ളത്.
നമുക്ക് ഈ എൻഡിലും കൂടെ ഇങ്ങനെ ഈ അറ്റം വരെ ചെയ്യാം. ഡോട്ട്സ് ഇട്ടിട്ട് പോവാം. ഈ ഡോട്ട്സ് ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഉള്ളിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും 4 സൈഡും വരച്ചു കഴിഞ്ഞു. അതാണ് സെക്കൻഡായിട്ട് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് എനിത്തിങ് സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് വയ്ക്കുക. കണ്ടോ, ഈ പേജിൻ്റെ സെൻറ്ററിൽ, ഏറ്റവും സെൻറ്ററിൽ സർക്കിൾ ഷേപ്പിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച്, ഇപ്പം നിങ്ങൾക്ക് പ്ലേറ്റ് ആവാം, വേറെ വല്ല പഴയ CD അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഒരു സർക്കിൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ മേജർ ഫിഗർ ഇതിൻ്റെ ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ ഈ സർക്കിൾ വരച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ആ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരാളിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് വരയ്ക്കുക, ഇങ്ങനെ. അതായത് അയാളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ ഫിഗർ ഇത്തിരി വലുതായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ടേണിങ്ങിൽ വരച്ചു. ആ പുള്ളിയുടെ കാല് ഇങ്ങനെയാണ്. ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച ഒരാൾ മ്യൂസിക് വായിക്കുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ ഇങ്ങനെ അയാളുടെ കഴുത്ത് കൊടുത്തു, അയാളുടെ ഹെഡും കൊടുത്തു. ഹെഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരിത് വരുത്തുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ 2 ലൈനാണ് കൊടുക്കേണ്ടത് കേട്ടോ, കുഞ്ഞു 2 ലൈൻ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രിൻ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്യണം. ഇനി അവിടെ നിന്ന് ഒരു ജെ, ക്യാപിറ്റൽ ലെറ്റർ ജെ വരയ്ക്കില്ല, അതേപോലെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുപോകുക. ഇവിടെ ഒരു സർക്കിൾ, ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വരണം ഈ ഇൻസ്ട്രുമെൻറ്റ്. എന്നിട്ട് ഈ പുള്ളിയുടെ കൈ, ഒരു കൈ ഇങ്ങനെ ഇതിലും ഒരു കൈ ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലേക്ക് പിടിക്കണം. മനസ്സിലായോ? ഇതാണ് ഇതിൽ വരയ്ക്കാനുള്ളത്. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ ബോഡിയൊക്കെ ഉണ്ടല്ലോ, ഈ പുള്ളിയുടെ ബോഡി ഉണ്ട്. അപ്പോൾ ഈ ബോഡി നമ്മൾ നല്ല ബ്ലാക്ക് കൊണ്ട് ബോർഡർ വരച്ചു കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് മാർക്കർ പെന്നാണ്. കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അപ്പം ഞാൻ നല്ലൊരു ഗ്രീൻ കളർ തീമാണ് ഇന്ന് കൊടുക്കാൻ പോകണം. അപ്പം ഞാൻ നല്ല ഗ്രീൻ കളർ എടുത്തിട്ട് പുള്ളിയുടെ ഉള്ളിൽ, ബോഡിയുടെ ഉള്ളിൽ കൊടുക്കും. എന്നാ നമ്മൾ ഇങ്ങനെ പുള്ളിയുടെ ബോഡിക്ക് കൊടുത്തു. ഇനി അവരുടെ ഹെഡുണ്ട്. അപ്പോൾ കഴുത്തും ഞാൻ എൻ്റെ മാർക്കർ കൊണ്ട് തന്നെ വരച്ചു കൊടുത്തു, ഹെഡും കൊടുത്തു. ഇനി ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കളറാണ് കൊടുക്കുക? ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ബ്ലാക്ക് കളർ കൊണ്ട് കൊടുത്തു. നിങ്ങൾക്ക് കളറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സാധനങ്ങൾ വെച്ച് വരച്ചാലും മതി കേട്ടോ. ഇനി പുള്ളിയുടെ കാല്, നല്ല ഡാർക്കാക്കി വരച്ചു കൊടുക്കണം കേട്ടോ. ബോർഡർ നമ്മളിങ്ങനെ കളറും ബോർഡറും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡാർക്കായിട്ട് കൊടുത്താൽ മതി. നല്ല രസം ഉണ്ടാവും കാണാൻ. കണ്ടോ, ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇനി ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് വരയ്ക്കേണ്ടത്. അപ്പം അതിന് ഇതിലൊക്കെ ബോർഡർ മാത്രം കൊടുക്കുക. ഇത്രയും ഭാഗം നമ്മൾ കളർ കൊടുക്കണം. ബോർഡർ കൊടുത്തതിന് ശേഷം കണ്ടോ, ഇത്രയും ഭാഗം നല്ല ബ്ലാക്ക് കളറിൽ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് ബോർഡർ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് പതുക്കെ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് ഇതിലിങ്ങനെ വരച്ചു കൊടുക്കും.
ഇങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെൻ്റ് വരെ. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അവരുടെ കൈയാണ് കൊടുക്കാനുള്ളത്. കൈ ഇപ്പുറം വരുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നു. മറ്റേ കൈ അടിയിലൂടെ വരുന്നതായതുകൊണ്ട് ഇങ്ങനെയും കൊടുക്കും. ഇത്രയും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും പെൻസിലെടുക്കുക. പെൻസിലെടുത്തതിന് ശേഷം ഇവിടെ ഈ ലൈൻ വരച്ചില്ലേ, ആ ലൈനിൻ്റെ മുകളിലൊരു ട്രയാങ്കിൾ കൊടുക്കുക, താഴെ ഒരു ട്രയാങ്കിൾ കൊടുക്കുക. അതേപോലെ നേരെ താഴെയും അത് ഇൻവേർട്ടഡ് ആയിട്ട് വേണം കൊടുക്കാൻ. ഇങ്ങനെ കണ്ടോ. ഇനി ഈ സൈഡിൽ ഇങ്ങനെ വേണം കൊടുക്കാൻ. അതേപോലെ ഈ എൻഡിൽ 4 ഡയറക്ഷനിലും ആയി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ, കറക്റ്റ് സെൻറ്ററിൽ ഒരെണ്ണം കൊടുക്കണം. അങ്ങനെ ഇനി ഇവിടെ നിന്ന് എത്ര അടുപ്പിച്ച് ഒരുപാട് അടുപ്പിക്കരുത്, എന്നാലും ഒരു 3-4 പേരൊക്കെ അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഓരോ ഗ്യാപ്പിൽ കണ്ട ഇങ്ങനെ. ഇനി അതേപോലെ ഇപ്പുറത്ത് പേടിക്കണ്ട, ഈ സർക്കിൾ നമുക്ക് മായ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റിബൺ കെട്ടിയ പോലെ ഇരിക്കണം. കണ്ടോ, ഇതുപോലെ ഉണ്ടാവണം. ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പാണ് ഫില്ല് ചെയ്യാൻ പോണത്. ഒരു അവർ ഗ്ലാസിൻ്റെ ഒക്കെ ഫിഗർ പോലെ ഉണ്ടാവും. ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഷേപ്പ് കൊണ്ട് തന്നെ നമ്മൾ പീപ്പിളിനെ വരയ്ക്കുകയാണെന്നുള്ളത്. കണ്ടോ, നമ്മൾ ഇത്രയും പേര് ഇങ്ങനെ വരച്ചു. അപ്പം നമുക്കിതെന്ന് എന്ത് മനസ്സിലാവണം, ഇതെല്ലാം ആൾക്കാരാണ്. ഇനി നമ്മൾ കൊടുക്കേണ്ടത്, ശ്രദ്ധിച്ചു കണ്ടോളൂ, ഇതിന് ഒരു ഹെഡ് കൊടുക്കുക. എന്നിട്ട് ആൾക്കാരുടെ കാല് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കുക, ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലേക്ക്. എന്നിട്ട് അവരുടെ ബോഡി ബ്ലാക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക. ബോഡി വരച്ചു കൊടുത്തു, ഒരു ഹെഡും കൊടുത്തു. കഴിഞ്ഞിട്ടില്ല, നമ്മൾക്ക് കുറേ പണി ഇനി ചെയ്യാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇവരുടെ ബോഡി ഓരോരുത്തരുടെ ആയിട്ട് വരച്ചു കൊടുക്കുക. എല്ലാം നമ്മൾ ബ്ലാക്ക് കൊണ്ടാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊണ്ട് കൊടുത്തതിന് ശേഷം ബോഡി ഫിഗർ ചെയ്യുക. ഇപ്പോൾ വരയ്ക്കേണ്ടത് ആകെ ഇത്രേ ഉള്ളൂ, ഹെഡ്, കഴുത്ത്, ബോഡി, ലെഗ്സ്. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് വരച്ച് പോവാം. ഓക്കെ, നമ്മളിനി ഇത് ഫില്ല് ചെയ്ത് പോവാം. ഞാനിത് ഓരോരുത്തരുടെയും ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദ വീഡിയോ ഇസ് ദെയർ, നിങ്ങൾക്കത് കറക്റ്റായി മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
നമ്മളിത് ഇങ്ങനെ തിരിച്ച് കുറേ നേരം ചെയ്യാനുള്ളതുണ്ട്. പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഒരു പെയിൻറ്റിങ്ങും റഷായിട്ട് തീർക്കണം എന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത്. പതുക്കെ ചെയ്താൽ മതി. നമുക്ക് വർലി ആർട്ട് കഴിഞ്ഞാൽ അടുത്ത ആർട്ട് ഫോമിലേക്ക് ഈ ഒരാഴ്ചയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആർട്ട് ഫോമിലേക്ക് പോകാം. നിങ്ങൾക്ക് പെയിൻറ്റിംഗ് ഉണ്ട്, പെയിൻറ്റിങ് കാണിച്ചു തരാം. അത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ ആർട്ട് ഫോം പഠിക്കുമ്പോഴും നമ്മൾ വർലി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫസ്റ്റ് പഠിച്ച ആർട്ട് ഫോമുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അടുത്ത പെയിൻറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിലും, അടുത്തത് ബോഹോ എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ്, അതിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ നമ്മളതിൽ വർലി ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്യും. അങ്ങനെ എത്ര ആർട്ട് ഫോംസ് പഠിക്കുന്നോ അത്രയും ആർട്ട് ഫോംസിൽ വേരിയസ് ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒന്നിച്ചും ഇതുപോലെ ലെസൺസ് ആയിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് പതുക്കെ സ്ലോ ആയി പോയാലും ഒന്നും വിട്ടുപോവില്ല. എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇവിടെ കുറച്ച് സ്പേസ് വന്നു, ഇവിടെ എന്നാൽ കുറച്ച് തിക്കായിട്ടാണ്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരേപോലെ വരച്ചാൽ മതി. ഇനി ഇതിൻ്റെ വയറിലോട്ട് ഇവിടുത്തെ കൈ പോവുക, ഇതിൻ്റെ വയറിലോട്ട് അടുത്ത കൈ പോവുക. ഒരാളുടെ ഷോൾഡറിൽ നിന്ന് വയറിലേക്കും ഇപ്പുറത്തെ ആളുടെ ഷോൾഡറിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ ക്രോസായിട്ട് പൊക്കൊണ്ടേയിരിക്കുക. ഓർക്കുക, ഒരാളുടെ ഷോൾഡറിൽ നിന്ന് വയറിലേക്കും അതേപോലെ ഇപ്പുറത്തുനിന്ന് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ കൈ പോകണം. നമ്മൾ ഇതിൻ്റെ ഫുൾ ജോയിൻ ചെയ്തു. അതായത് ഒരാളുടെ ഷോൾഡറിൽ നിന്ന് അടുത്ത ആളുടെ വയറിലേക്കും രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരച്ചത് മുഴുവൻ ഞാനൊന്ന് ഇറേസ് ചെയ്ത് കളയാം. അവിടെ പെൻസിൽ കൊണ്ട് ഉള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി പെൻസിൽ കൊണ്ട് വരച്ചത് ഇറേസ് ചെയ്ത് കളയുന്നത്. കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ ഒരു ക്ലീൻ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും പിക്ചർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെല്ലാവരുടെയും തലഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ഈ നമ്മൾ വരച്ച ഓരോരുത്തരുടെയും ഹെഡ് ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മൾ ഓരോരുത്തരുടെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് എളുപ്പമാണ് ശരിക്കും. ഹെഡൊക്കെ ഫില്ല് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ്. നമ്മളിത്രയും ചുമ്മാ റൗണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആസ് എ ഹോൾ നമ്മൾ എല്ലാവരുടെയും ഹെഡ് ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇങ്ങനെ കിട്ടി. കണ്ടോ? ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് രണ്ട് കളറിലാണ് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് ഞാൻ പച്ച യൂസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരനെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഒരു പച്ച, അത് കഴിഞ്ഞ് ഒരെണ്ണത്തിന് ഗ്യാപ്പ് വിട്ടിട്ട്
അടുത്തത് കൊടുക്കും. ചില സമയം ഓൾട്ടർനേറ്റ് കിട്ടിയെന്ന് വരില്ല, കുഴപ്പമില്ല. അറ്റത്ത് 2 പേർക്ക് ഒരേ കളർ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് പച്ച കളറ് ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നടുവിൽ ചേട്ടന് പച്ചയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 2 പേര് വന്നു, നമുക്ക് അത് കുഴപ്പമില്ല. ഒരാൾക്ക് മാത്രം അടുപ്പിച്ച് 2 പേർക്ക് പച്ച കളർ നമ്മൾ കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വേറൊരു കളറാണ് എടുക്കേണ്ടത്. ഞാനിപ്പം യെല്ലോ ആണ് എടുക്കുന്നത്. യെല്ലോ എടുത്തിട്ട് നല്ല യെല്ലോ, ലെമൺ യെല്ലോ കളറില്ലേ, ആ ഒരു യെല്ലോ എടുത്തിട്ട് ബാക്കി നമ്മൾ ആർക്കൊക്കെയാണോ ബോഡിക്ക് കളർ കൊടുക്കാത്തത് അവർക്കൊക്കെ യെല്ലോ ആണ് കൊടുക്കുക. നമ്മൾ ബാക്കി ഓരോ ഗ്യാപ്പിലുള്ള ആൾക്കാർക്കും ഈ ഡാൻസ് ഫോമിന്, അതായത് വർലിയിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡാൻസ് ഫോം വരയ്ക്കും. വലിയ വലിയ പെയിൻറ്റിങ് ചെയ്യുന്ന ടൈമിലും ഒക്കെ നമ്മൾ ഈ വരയ്ക്കുന്ന ഡാൻസ് ഫോമിനെയാണ് തർപ്പ ഡാൻസ് എന്ന് പറയുക. ഇതിൻ്റെ പേരാണ് തർപ്പ. തർപ്പ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ വർലി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അവർക്ക് എന്ത് നല്ല ദിവസം വന്നാലും എല്ലാവരും കൂടെ ഒത്തുകൂടി, നമ്മൾ ഈ സിനിമയിലും കാർട്ടൂണിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ട്രൈബൽ പീപ്പിൾ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ ആൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിന് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ഇത്. അത് ഡാൻസിൻ്റെ പേരാണ് തർപ്പ, TARPA. അപ്പോൾ നിങ്ങളത് വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ദിസ് ഇസ് കോൾഡ് തർപ്പ ഡാൻസ് എന്നുള്ളത്. നമുക്ക് ഇത്രയേ ഉള്ളൂ ശരിക്കും ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്. പക്ഷേ കുറച്ച് സമയമെടുത്ത് വരച്ച് ചെയ്യേണ്ട സാധനമാണ്. ആസ് എ ഹോൾ നോക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇത്രയേ ഉള്ളൂ.